അങ്ങനെ നെവിനും പോയി, നെവിന്റെ കുഴിമന്തിയും പോയി. ശരിക്കും പറഞ്ഞാൽ നെവിൻ പോയപ്പോഴത്തേക്കും ജിസേലും എല്ലാവരും കൂടെ പൊട്ടിക്കരഞ്ഞങ്ങോട്ട് ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു വന്ന് കുറച്ചു നേരമൊക്കെ ഒന്ന് ഒരു അനുശോചനം പോലെയൊക്കെ എല്ലാവരും ഒക്കെ ഇരുന്നതിന് ശേഷം ഒനീലിന്റെ കേക്ക്, ബർത്ത്ഡേ കേക്ക് വന്നു. എല്ലാവരും കേക്ക് കട്ട് ചെയ്തു. അതിനുശേഷം അവിടെ റെന വന്നിട്ട് ആര്യന്റെ അടുത്ത് പറയുന്നുണ്ട്, നമുക്ക് ആ മന്തി എടുത്ത് കഴിച്ചാലോ, എനിക്ക് എന്തായാലും നെവിൻ തരും. നെവിൻ എന്നോട് പറഞ്ഞായിരുന്നു അനിയത്തിയെ പോലെയാണെന്നൊക്കെ, എനിക്ക് തരും. ആര്യനും പറഞ്ഞു നമുക്കത് കഴിച്ചാലോ. അപ്പം ജിസേൽ സ്വേച്ഛാധിപതി അല്ല കേട്ടോ, അതൊക്കെ കഴിഞ്ഞു. ആ കഥയെ ബിഗ് ബോസ് എടുത്ത് കളഞ്ഞു. അപ്പോഴത്തേക്കും മറ്റേ ജിസേൽ വന്നിട്ട് എല്ലാവർക്കും ഞാൻ എടുത്തു തരാന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും വീതിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. രേണു സുധി, ആദില, നൂറ, അനുമോള്, ശൈത്യ ഇവരൊന്നും കഴിക്കാതെ ബാക്കി എല്ലാവരും നന്നായിട്ട് കുശാലായിട്ട് കുഴിമന്തിയൊക്കെ കഴിക്കുന്നുണ്ട്. പാവം നെവിൻ ഒരുപാട് ആഗ്രഹിച്ച് ആശിച്ച് ഇത് ഞാൻ ആർക്കും കൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ രാത്രി എടുത്തോണ്ട് വന്ന കുഴിമന്തി ആയിരുന്നു. അങ്ങനെ അവിടെ കുഴിമന്തിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നെവിൻ പോയതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വലിയ സംസാരങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളൊക്കെ കൂടി നടക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ഏറ്റവും കൂടുതലും നോട്ടീസ് ചെയ്തത് ബിന്നിയെയാണ്. ബിന്നി ശരിക്കും പറഞ്ഞാൽ എവിടെ നിൽക്കണമെന്ന് ബിന്നിക്ക് മനസ്സിലാവുന്നില്ല. ബിന്നിക്ക് ഏതെങ്കിലും ഒരു നല്ല സൈഡ് പിടിക്കണം എന്നുണ്ട്. അതായത് ഏതാണോ ശരി ആ ശരിയുടെ പക്ഷം പിടിക്കണം എന്ന് ബിന്നിക്കുണ്ട്. പക്ഷേ പെട്ടെന്ന് ഈ ഏതാണ് ശരിയുടെ പക്ഷം എന്നുള്ളത് ബിന്നിക്ക് കാണാൻ പറ്റുന്നില്ല. എന്തായാലും അനുമോള് ചെയ്തത് തെറ്റാണല്ലോ, അപ്പൊ പിന്നെ അനുമോളുടെ കൂടെ നിൽക്കണ്ട. ആദിലയും നൂറ എന്തിനാണ് ഇത്രയും അങ്ങോട്ട് ഭയങ്കര ഓവറായിട്ട് നെവിൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചത്? അത് ശരിയല്ല. അത് ആദിലയും നൂറയും സ്പ്ലിറ്റ് ആയപ്പോൾ വോട്ടൊക്കെ സ്പ്ലിറ്റ് ആകും, അപ്പൊ അവരിനി നന്നായിട്ട് കളിക്കണം. അപ്പൊ നന്നായിട്ട് കളിച്ചതാണോ ഇത്? അതുകൊണ്ട് അവർ നന്നായിട്ട് കളിച്ചതാ, വോട്ട് മനസാക്ഷി ഇല്ലാതെ കളിച്ചു. മോശം. അപ്പം ബിന്നി ചിന്തിക്കുന്നുണ്ട് ഇനി ഇവരുടെ കൂടെ നിൽക്കണ്ട, അല്ലെങ്കിൽ ഇവർ തെറ്റാണ്. അപ്പൊ ബിന്നിക്ക് പെട്ടെന്ന് ഒരു വാക്ക് കിട്ടി. ഇതിന്റെ ഇടയ്ക്ക് നെവിനോട് ആദിലയും നൂറയും പറഞ്ഞ ആ കമ്മ്യൂണിറ്റിയുടെ വിഷയം എന്തുവാ, അത് മനസ്സിലായില്ലല്ലോ. അത് മനസ്സിലായിരുന്നെങ്കിൽ അപ്പോൾ അവിടെ നമുക്ക് ആരുടെ ഭാഗത്താണ് ശരിയെന്ന് നോക്കി ആ ശരിയുടെ ഭാഗത്ത് നിൽക്കാമായിരുന്നു. അപ്പൊ ബിന്നിക്ക് അതങ്ങോട്ട് ക്ലിയർ ആകുന്നില്ല. അങ്ങനെ ബിന്നി വന്നിട്ട് ആ ഫുഡ് കുഴിമന്തിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആദിലയുടെ അടുത്തും നൂറയുടെ അടുത്തും ഒക്കെ വന്ന് അത് സംസാരിക്കുന്നുണ്ട്, അത് ക്ലിയർ ആക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും ആദിലയ്ക്കും നൂറയ്ക്കും അതങ്ങോട്ട് ബിന്നിക്ക് അതങ്ങോട്ട് ഒക്കുന്നില്ല. പിന്നെ ആ ബിന്നി പോയി അക്ബറിന്റെ അടുത്തും അല്ലെങ്കിൽ ജിസേലിന്റെ അടുത്തും. ഇപ്പൊ ജിസേലിന്റെ ഒട്ടി നിൽക്കുന്ന റെനയെക്കാട്ടിയും കൂടുതൽ ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബിന്നി കേട്ടോ. അപ്പൊ ബിന്നി അങ്ങനെ ജിസേലിന്റെ അടുത്ത് വന്നിട്ട് അവിടെ വന്നിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നിട്ട് നെവിനെ കുറിച്ച് അപ്പം റെന ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, എന്നാലും അവൻ മണ്ടത്തരം കാണിച്ചു എന്നിങ്ങനെ റെന ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഓഫ് കോഴ്സ് നെവിൻ കാണിച്ചത് ഒരു ഭൂലോക മണ്ടത്തരമാണ്. കാരണം ആ കൺഫെഷൻ റൂമിൽ പോയി ഈ വിഷയത്തെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മറ്റേ ബിഗ് ബോസ് അവരോട് ചർച്ച ചെയ്തു. പക്ഷെ നെവിൻ ഇതൊന്നും ചിന്തിക്കാതെ നെവിൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇറങ്ങി ഓടിയത്? ഈ അനുമോൾക്ക് വേണ്ടിയിട്ടോ, അതോ ആദില നൂറയ്ക്ക് വേണ്ടിയിട്ടോ, അതോ ജിസേലിന് വേണ്ടിയിട്ടോ? ഇപ്പൊ ആരും ഇല്ല, എല്ലാവരും മന്തി കഴിക്കുന്നു, ബാക്കിയുള്ളവരൊക്കെ കേക്ക് കഴിക്കുന്നു. അങ്ങനെ ബിന്നി ആണെങ്കിൽ അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച് സംസാരിച്ചപ്പോൾ ഈ റെന ഫാത്തിമ ഈ മണ്ടൻ എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ആ മണ്ടൻ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇവരെ അപ്പാനിയാണെങ്കിൽ പിന്നെ കുത്തിത്തിരിപ്പിന്റെ ആശാനാണ്. അപ്പാനി ഒറ്റയ്ക്കിരുന്ന് ചുമ്മാ ഇളക്കി ഓരോന്നങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കും. കഥയൊന്നും ഇല്ല, ഒരു കഥയില്ല. അപ്പാനിയും അക്ബറും ഒക്കെ സത്യത്തിൽ പാവങ്ങളാ. റിയൽ ലൈഫിൽ അവരൊക്കെ വെറും പാവങ്ങളാണെന്ന് ഈ സീൻ കാണുമ്പോൾ മനസ്സിലാവും. കാരണം പ്രത്യേകിച്ച് സ്വന്തമായിട്ടൊന്നും പറയാനില്ല. ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കിയ ഒരു പ്രശ്നം കാണുന്നു, ഒരു ഭൂരിപക്ഷം എവിടെയാണോ ആ ഭൂരിപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ആൾക്കാരാണ് അപ്പാനിയൊക്കെ. അപ്പൊ അപ്പാനി അനുവിനെയൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടായിക്കൊണ്ടിരിക്കുമ്പം ബിന്നിയും റെനയും കൂടെ ആ ഒരു റെന സംസാരിച്ചൊരു കാര്യമുണ്ടല്ലോ, നെവിൻ മണ്ടനാണെന്നും. അപ്പൊ നിങ്ങൾ ചുമ്മാ നിങ്ങൾ ഇങ്ങനെ മണ്ടൻ എന്ന് പറയാതെ, അപ്പൊ ഒനിയിലും പറയുന്നുണ്ട് അവൻ കാണിച്ചത് മണ്ടത്തരമാണെന്നൊക്കെ. അങ്ങനെ മണ്ടനാണെന്ന് പറയാതെ അവന്റെ ഇമോഷൻ കാണിച്ചതല്ലേ, അവന്റെ വൈകാരികമായിട്ടാണെന്ന് അവൻ പറയുന്നുണ്ടല്ലോ എന്നൊക്കെ അവിടെ ഉള്ളവര് അക്ബറൊക്കെ ന്യായീകരിക്കുന്നുണ്ട്. അപ്പം ബിന്നി ഉടനെ അല്ല അങ്ങനെയാണെങ്കിൽ രേണു ചേച്ചി കുറെ നാളായിട്ട് പറയുന്നുണ്ടല്ലോ ഇവിടുന്ന് പുറത്തു പോകണം എന്നിട്ട് ഇപ്പൊ രേണു ചേച്ചിനെ പറഞ്ഞു വിട്ടില്ലല്ലോ, അങ്ങനെ ചെയ്തില്ലല്ലോ. ഇത് നെവിൻ കുറച്ച് ദിവസമായിട്ട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം നെവിൻ കാണിച്ചത് മണ്ടത്തരമാണ് എന്ന് ബിന്നിക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് വേറൊരു ചെറിയ തമാശ കൂടി ബിഗ് ബോസിൽ ഇപ്പം ലൈവായിട്ട് നടന്നു. അതായത് നമ്മുടെ ശൈത്യയും അനുമോളും കൂടെ കണ്ണാടി ഉൾപ്പെടെ അങ്ങ് വൃത്തിയാക്കുകയാണ്, കണ്ണാടിയൊക്കെ തുടക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, കാരണം എന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് അവർക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഇവന്മാർ ഇത്രയും പേര് ഇരുന്ന് ഓരോ കുത്തിത്തിരിപ്പുണ്ടാക്കി ഓരോന്ന് പറയുമ്പോൾ തിരിച്ചൊന്നും പറയാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ പണി എടുത്തോണ്ടിരിക്കണമല്ലോ. ആ ഒരു സെൻസിലാണെന്ന് തോന്നുന്നു അനുമോളും അതുപോലെ ശൈത്യയും കൂടെ കണ്ണാടി തുടച്ച് വൃത്തിയാക്കുന്നു. അപ്പൊ ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് ഉണ്ട്, അനുമോൾ കണ്ണാടി നിങ്ങൾ തുടക്കേണ്ട, ക്യാമറയും കണ്ണാടിയും ഒന്നും ആരും
തൊടണ്ട എന്നിങ്ങനെ ബിഗ് ബോസ് പറയുകയാണ്. അപ്പം അക്ബർ ആണെങ്കിൽ ഇത് കേട്ട ഉടനെ അക്ബറും അപ്പാനിയും കൂടെ പിന്നെയും കിടന്ന് അനുമോളെ നന്നായിട്ട് കളിയാക്കുന്നുണ്ട്. അനുമോളാണെങ്കിൽ ചമ്മിപ്പോയി കേട്ടാ. അനുമോൾക്ക് നന്നായിട്ട് ചമ്മും, അതാണ് അനുമോളുടെ ഒരു കുഴപ്പം. അപ്പോൾ ബിഗ് ബോസ് അത് പറഞ്ഞതിന് ശേഷവും അനുമോൾക്ക് ആ ഒരു പ്രവൃത്തി അങ്ങോട്ട് നിർത്താൻ പറ്റുന്നില്ല. അനുമോൾ പിന്നെയും ആ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നൈസായിട്ട് ഇങ്ങനെ തുടക്കുകയാണ്. കാരണം നാണം കെട്ട് കേട്ടോ, പബ്ലിക്കായിട്ട് പറഞ്ഞപ്പോൾ. അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ അക്ബർ പറയുന്നുണ്ട്, അനുമോളോട് അങ്ങനൊന്നും പറയല്ലേ, അനുമോൾ എന്തായാലും സോറി പറയും ബിഗ് ബോസെ, അനുമോൾ എന്ത് തെറ്റ് ചെയ്താലും അത് കഴിഞ്ഞിട്ട് അനുമോൾ സോറി പറയും, അതുകൊണ്ട് ബിഗ് ബോസ് അങ്ങനൊന്നും പറയല്ലേ എന്ന് അക്ബർ പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ വീണ്ടും ഈ പറയുന്ന കണക്ക് അനുമോളിനൊരു കോണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഉള്ളവരെല്ലാവരും കൂട്ടം ചേർന്ന് സംസാരിക്കുകയാണ്. അനുമോളാണ് ഇനിയും സ്കോർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, അനുമോള് കരഞ്ഞിട്ടാണെങ്കിലും ഇനി അടിച്ചിട്ടാണെങ്കിലും ഇടിച്ചിട്ടാണെങ്കിലും സോറി പറഞ്ഞിട്ടാണെങ്കിലും അനുമോൾ ഇവിടെ സത്യത്തിൽ സൂപ്പറായിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുമോൾ പോലും അറിയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ കോമഡി. അപ്പോൾ ബാക്കി ഇനി ലൈവിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നോക്കിയിട്ട് വരാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ എടുക്കുന്ന ഒരു എഫേർട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.